അസ്സലാമലൈക്കും. സഹനാസ് വേൾഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബേബി കോൺ വെച്ചിട്ടൊരു റെസിപ്പിയാണ് ഉണ്ടാക്കണേ കേട്ടോ. അപ്പോൾ 1/2 കിലോ ബേബി കോൺ എടുത്തിട്ടുണ്ട്. അത് നന്നായി തൊലിയൊക്കെ കളഞ്ഞ് വെള്ളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് പുഴുങ്ങി വെക്കുക. ഈ ഷേപ്പിലാണ് കേട്ടോ ബേബി കോൺ കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ 4 ഒനിയൻ എടുത്തിട്ടുണ്ട്, മീഡിയം സൈസുള്ള 4 ഒനിയൻ. പിന്നെ 2 ക്യാപ്സിക്കം, പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ഒരു 10 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചതാണത്. ഒരു 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ റെഡ് ചില്ലി 2 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ സോയ സോസും. കട്ട് ചെയ്ത ബേബി കോൺ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു അരിപ്പയിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് വേണ്ടത് 4 ടേബിൾ സ്പൂൺ മൈദ, 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇതെല്ലാം കൂടി യോജിപ്പിക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നേരത്തെ തിളപ്പിച്ച് വെച്ച ബേബി കോൺ എടുത്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായി യോജിപ്പിക്കാം. നന്നായി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇനി വേറൊരു പാൻ വെക്കുക. എന്നിട്ട് അത് ചൂടാവുമ്പോൾ നേരത്തെ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് തന്നെ നമുക്ക് പിന്നെ യൂസ് ചെയ്യാം. ഫ്രൈ ചെയ്ത ഓയിൽ മുഴുവനായിട്ട് വേണ്ട കേട്ടോ. നമുക്ക് സബോള ഒക്കെ വാട്ടാനുള്ള അത്രയും ഓയിൽ മതി. ഓയിൽ നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു പച്ച മണം മാറണ വരെയൊക്കെ നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. സവാള നന്നായി വഴറ്റണ്ട കേട്ടോ. സവാള അധികം വഴന്ന് കിട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വഴറ്റൂലേ, ആ ഒരു പാകമല്ല കേട്ടോ ഇതിന് വേണ്ടത്. ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ വഴറ്റൂലേ, ആ ഒരു വേവ് മതി ഇതിന്. അതിനുശേഷം ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം അങ്ങനെ തന്നെ നന്നായി വെന്തു പോകുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. പിന്നെ അതിലേക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ എടുത്ത് വെച്ച സോസുകളൊക്കെ ഉണ്ടല്ലോ, ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, ഗ്രീൻ ചില്ലി സോസ്, എല്ലാം ഇതും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. സോസുകളൊക്കെ ഒഴിച്ചിട്ട് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പുണ്ടോ എന്ന് നോക്കുക. കാരണം സോസിലൊക്കെ ഉപ്പുണ്ടാവും, അപ്പോൾ അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. സോയാ സോസിലൊക്കെ കുറച്ച് കൂടുതലായിരിക്കും ഉപ്പ്, അപ്പോൾ അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി.
പിന്നെ കോണ് ഫ്രൈ ചെയ്തപ്പോഴും ബേബി കോൺ ഫ്രൈ ചെയ്തപ്പോഴും നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. ഇപ്പോൾ മസാലയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണത് കോൺഫ്ലവർ ആണ്. 2 ടീസ്പൂൺ കോൺഫ്ലവർ, ഒരു 4 ടീസ്പൂൺ വെള്ളം എടുത്തിട്ട് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മളുടെ ഈ മസാലയ്ക്ക് ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യണത്. ഇനി ഇത് നന്നായി തിളക്കുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ബേബി കോൺ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മളുടെ ചില്ലി ബേബി കോൺ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കറി തന്നെയാണ് കേട്ടോ ഇത്. ചപ്പാത്തി, പൊറോട്ട ഇതിലേക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി ഡിഷാണിത്. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഒരു തവണയെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. എന്തായാലും നിങ്ങൾക്കത് ഇഷ്ടമാവും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ എന്തായാലും അമർത്തണം. എന്നിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്.